IFFKയിലേക്ക് വരുന്ന ഡെലിഗേറ്റുകളെ ആകർഷിക്കാനായി ഒരുപാട് സംഗതികൾ അവിടെയുണ്ട്. അക്കൂട്ടത്തിൽ എല്ലാ തവണയും ഫോട്ടോകളും വീഡിയോകളും എടുത്ത് ആളുകൾ വൈറലാക്കുന്ന ഒന്നാണ് ഫെസ്റ്റിവൽ ഓഫീസുകൾ. കഴിഞ്ഞ 20 വർഷമായി ഈ ഫെസ്റ്റിവൽ വേദികൾ ഡിസൈൻ ചെയ്യുന്ന ഒരാളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതൊരു ഹൈലേഷാണ്. ഞാൻ IFFKയുടെ ഒരു ആർട്ടിസ്റ്റിക് വർക്കുകളെല്ലാം ചെയ്യുന്നത് ഒരു 20 വർഷം കൊണ്ട് ഞാനത് ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ കമ്പനി ഹൈലേഷ് ഡിസൈൻസ് എന്ന കമ്പനിയാണ്. ഇതിൽ ഓരോ വർഷവും വ്യത്യസ്തമായ ഡിസൈനാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയായി നമ്മുടെ ഈ ഫെസ്റ്റിവൽ ഓഫീസ് മാറി. കുറേ വർഷങ്ങൾ കൊണ്ട് അത് ഗ്രാജുവലി വന്ന മാറ്റമാണ്. അപ്പോൾ ഒരു ആൾക്കാർ വന്ന് അവിടെ വന്നൊരു സെൽഫി എടുക്കാതെ പോകാൻ പറ്റത്തില്ല. ആ ഒരു മാറ്റം അങ്ങനെ വന്നു. ഞാൻ തുടങ്ങിയിട്ട് 2001 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കുറച്ചെണ്ണം ഞങ്ങൾ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഏകദേശം ഒരു 20 എണ്ണം. ഇപ്പം ഇത് 20ാമത്തെ ഫെസ്റ്റിവലാണ്. ആദ്യകാലങ്ങളിൽ ഫെസ്റ്റിവൽ ഓഫീസിന് വലിയൊരു പ്രാധാന്യമില്ലായിരുന്നു. പിന്നീട് അത് ഒരു പ്രാധാന്യം ആയി ശരി. ഇപ്പം പിന്നെ കഴിഞ്ഞ വർഷം ചെയ്ത വർക്കിനേക്കാളും അതായത് ഈ വർഷം ചെയ്തത് എപ്പോഴും അതിനേക്കാൾ ഗംഭീരമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഓരോ വർഷവും ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന. ഓരോ വർഷം വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ തരുന്ന ആ ലോഗോ, ആ ഡിസൈൻ അനുസരിച്ച് ഞങ്ങളും അതിന് വ്യത്യസ്തമായി സ്റ്റേജ് ആയാലും അതിൻ്റെ ആർച്ചുകളായാലും ഫെസ്റ്റിവൽ ഓഫീസായാലും എൻ്റെ ഒരു സെൽഫി പോയിന്റ്, അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളിലും ഞങ്ങളൊരു മാറ്റം കൊണ്ടുവന്നാണ് ഓരോ വർഷം ചെയ്യുന്നത്. ഈ വർഷത്തെ ഡിസൈൻ എന്ന് പറയുന്നത് സൈക്കിളാണ്. അതായത് പല സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം. ശരിക്കും കേരളത്തിന് സൈക്കിളും സിനിമയും കേരളത്തിലെ സിനിമയായിട്ട് ഒരു ഭയങ്കര ബന്ധമാണ്. പണ്ട് കാലങ്ങളിൽ പണ്ടെന്ന് വെച്ചാൽ ഈ അടുത്ത് വരെ ഈ സിനിമ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് സൈക്കിളായിരുന്നു. ഒരു തിയേറ്ററിൽ നിന്ന് മറ്റൊരു തിയേറ്ററിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സൈക്കിളായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ സൈക്കിളിലോട്ട് എത്തുന്നത്. ഒരിക്കലൊരു സിനിമ പ്രൊജക്റ്റിനകത്തു കൂടിയായിരുന്നു ഒരു എൻട്രി, ഒരു ഫെസ്റ്റിവൽ ഓഫീസ്. അതിവിടെ അല്ല, കൈരളി തിയേറ്ററിലായിരുന്നു. അത് 2013 ആ ഒരു കാലഘട്ടത്തിൽ, ആ സമയത്തായിരുന്നു. അത് ഭയങ്കര ഗംഭീര വർക്കാണ്. കാരണം അതാണ് ഞങ്ങൾക്ക് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ വീലൊക്കെ കറങ്ങുന്ന ഒരു ടെക്നിക്കൽ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് കുറച്ചൊരു രസമായിരുന്നു. അത് കൗതുകം ഉണ്ടാകുന്ന ഒരു കുറച്ചൊരു സംഭവമായിരുന്നു. പിന്നെ ആ പ്രൊജക്റ്റൊക്കെ ആ സമയത്ത് ഇല്ല, നിന്ന ഒരു സമയമാണ് ശരിക്കും. അപ്പോൾ അതിന് കുറച്ചൊരു ഭയങ്കര ഒരു രസമാണ്. പിന്നെ ഒരിക്കൽ ഈ പഴയ തിയേറ്റർ ഒരു പ്രാവശ്യം അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ചെയ്ത ഒരു ചൂലാമി എന്ന് പറഞ്ഞു. ചൂലാമി അറിയാമല്ലോ, ഈ അരി വെടിക്കുന്ന സംഭവം. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വർഷവും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അവാർഡെന്ന് ഞാൻ പറയാം. ശരിക്കും അതാണ് ഈ ആൾക്കാർ വന്ന് കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൊള്ളാം എന്ന് തന്നെ എല്ലാ വർഷവും കേൾക്കുന്നത്. അത് ഭയങ്കര സന്തോഷമാണ്. എനിക്കായാലും നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും അതൊരു സന്തോഷം തന്നെയാണ്. ഞങ്ങളൊരിക്കലും സാമ്പത്തിക ലാഭം നോക്കിയല്ല ഈ വർക്കുകളും ചെയ്യും. ഇതെന്നല്ല, ഏത് വർക്കായാലും. അപ്പം അതിൻ്റേതായ ഒരു മെച്ചം, അല്ലെങ്കിൽ ആൾക്കാർ അതിന് ഒരു അപ്രിസിയേഷൻ തരുന്നുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് കേൾക്കുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചത് ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഈ ആർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് എൻ്റെ ഒരു പാഷനാണ് ശരിക്കും. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. അതൊരു ഒരു ജീവനെ പോലെ കാണുന്നൊരു സംഭവമാണ്. അതില്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. പക്ഷെ ഓരോ വർക്ക് കഴിയുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ആയിരിക്കും. എല്ലാ വർക്കിനും ടെൻഷൻ ഉണ്ടാവും. ഈ വർക്കിന് 2 ദിവസം മുമ്പ് നല്ല മഴയും പ്രശ്നങ്ങളായിരുന്നു. ഇതോടെ നിർത്താൻ തോന്നും. പക്ഷേ ഇത് കഴിഞ്ഞ് ആൾക്കാർ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഊർജ്ജത്തോടെ വീണ്ടും വരും.